ഒഴുകുന്ന ആ പുഴയിലേക്ക് കുട്ടി വീണപ്പോഴും അമ്മേ എന്നായിരിക്കുമല്ലോ വിളിച്ചിട്ടുണ്ടാവുക അല്ലേ? ഇതുപോലെ കുട്ടികൾ ഭാരമായിട്ട് മാതാപിതാക്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ വല്ല അനാഥാലയത്തിലാക്കുക, അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് കൊടുക്കുകയോ. എന്തിനാ ഇങ്ങനെ കൊല്ലണത്? ഇതൊന്നും നമുക്ക് വാർത്ത കേൾക്കാൻ ഒരു അച്ഛനമ്മയ്ക്കും കഴിയില്ല. എനിക്കുണ്ട് 3 വയസ്സുള്ളൊരു കുട്ടി. 10 മാസം വയറ്റിൽ കൊണ്ടു നടന്ന് നൊന്തു പെറ്റ ആ അമ്മ തന്നെ കുട്ടിയെ കൊല്ലുക. കല്യാണിയുടെ ജ്യേഷ്ഠനെ ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്ന് പറയുന്നു. ആ കുട്ടി അത് കഴിക്കാത്തതിന് പേരിൽ ആ കുട്ടിയുടെ തലയ്ക്കടിച്ചു എന്നും പറയും. ഈ ഒരു സംഭവത്തെ വിലയിരുത്താൻ ഇപ്പോൾ കഴിയില്ല. കാരണം പലരും ഈ കമൻറ്റുകളിലൊക്കെ പറയണു ഇത് വീട്ടിൽ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ചിലപ്പോൾ ചെയ്തായിരിക്കാം, ആ സ്ത്രീക്ക് വേറെ ബന്ധങ്ങളുണ്ടായിരിക്കും, ഭർത്താവും കുറ്റക്കാരായിരിക്കാം, അതല്ലെങ്കിൽ ഇതിൽ അതൊക്കെ പോലീസ് തെളിയിച്ചിട്ട് വേണം. 2 കുട്ടികളെയും ഇതുപോലെ കൊല്ലാൻ ശ്രമിക്കണമെങ്കിൽ ആദ്യത്തെ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതും 2ാമത്തെ കുട്ടിയെ കൊല്ലാനും ആ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ അമ്മയ്ക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷേ മൂത്ത കുട്ടിക്കുണ്ടായ അനുഭവം വീട്ടുകാർ മുഖവരയ്ക്ക് എടുക്കാഞ്ഞതാണോ അതോ മറ്റെന്തെങ്കിലുമൊക്കെ ആണോ എന്നത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ വേണം. ഇനി എന്ത് തന്നെയാണെങ്കിലും ആ പിഞ്ചു ബാല്യത്തെ ഇല്ലാതാക്കിയ ആ ജന്മത്തിന് ഇന്ത്യൻ ശിക്ഷയിൽ കിട്ടാവുന്ന മാക്സിമം ശിക്ഷ കിട്ടണമെന്ന് മാത്രമേ